ഇന്ന് നമ്മളിവിടെ റീക്രിയേഷൻ ചെയ്യാൻ പോകുന്ന മത്സരം 2026 നടന്ന ബ്രസീൽ വിസ് ഫ്രാൻസ് മത്സരമാണ്. ഫുട്ബോൾ ആരാധകരെ ഒന്നടക്കം ആവേശപ്പെടുത്തിയ ഒരു ഫ്രണ്ട്ലി മത്സരമായിരുന്നു അത്. രണ്ടിരു ശക്തികൾ തമ്മിൽ നേർക്കുനേറി ഏറ്റുമുട്ടുമ്പോൾ മത്സരത്തിന്റെ ആവേശം തീപിടിക്കുകയാണ്. മത്സരത്തിന്റെ 4-ാം മിനിറ്റിൽ ബ്രസീൽ താരത്തെ തേടിക്കൊണ്ട് ഒരു ലോങ് ബോൾ വരുന്നു. അവിടെ നിന്നും ഒരു ഫസ്റ്റ് ടൈം ഷോട്ട്, പക്ഷെ അത് ലക്ഷ്യം കാണാതെ പോസ്റ്റിന്റെ പുറത്തേക്ക് പോകുന്നു. ഇവിടെ ഫ്രാൻസ് താരം ബ്രസീൽ പോസ്റ്റിലേക്ക് കുതിക്കുന്നു. എന്നാൽ ബ്രസീൽ ഡിഫൻഡർമാർ അയാളെ ഫോൾ ചെയ്തിടുന്നു. അവിടെ ഫ്രാൻസിന് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ്. മികച്ചൊരു ക്രോസ് തന്നെ ബ്രസീൽ പോസ്റ്റിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ അത് ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ ഫ്രാൻസ് താരങ്ങൾക്ക് കഴിയുന്നില്ല. ഫ്രാൻസ് ഡിഫൻസിനെ വെട്ടിമുറിച്ചുകൊണ്ട് മാർട്ടിനലിന്റെ മികച്ചൊരു ലോങ് റേഞ്ച് ഷോട്ട് നമുക്ക് കാണാം. പക്ഷെ അത് ലക്ഷ്യം കാണുന്നില്ല. ഇവിടെ ഫ്രാൻസിന്റെ ഒരു മുന്നേറ്റം കാണാം. ബ്രസീൽ താരത്തിൽ നിന്നും ബോൾ എടുത്തുകൊണ്ട് ഓസ്മാൻ ഡെംബലയിൽ നിന്നും ഒരു ത്രൂ ബോൾ വരുന്നു. അതെത്തുന്നത് കിലിയൻ എംബാപ്പയിലേക്ക്. എംബാപ്പയുടെ മികച്ചൊരു ചിപ്പിംഗ് ഷോട്ടിലൂടെ അത് ഗോൾ വലയിലേക്ക് എത്തുന്നു. ബ്രസീൽ ഗോൾ കീപ്പറായ എഡേഴ്സന്റെ തലക്ക് മുകളിലൂടെ മനോഹരമായ ഒരു ചിപ്പിംഗ് ഷോട്ടിങ്ങിലൂടെ അയാൾ ലക്ഷ്യം കണ്ടിരിക്കുന്നു. അങ്ങനെ മത്സരത്തിലെ ആദ്യ ലീഡ് ഫ്രാൻസ് തന്നെ ഉയർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സ്കോർ ബോർഡിൽ ഫ്രാൻസ് 1 ബ്രസീൽ 0. ഇവിടെ ബ്രസീൽ താരമായ വെസ്ലി ബോളുമായി കുതിക്കുന്നു. എന്നാൽ പോസ്റ്റിന് പുറത്തു നിന്നും ഫ്രാൻസ് താരം അയാളെ ഫോൾ ചെയ്തിടുകയാണ്. അതിനെ തുടർന്ന് ഫ്രാൻസ് ഡിഫൻഡറിന് റെഡ് കാർഡ് ലഭിക്കുന്നു. തുടർന്ന് ഫ്രാൻസ് 10 താരങ്ങളായി ചുരുങ്ങുന്നു. ഫ്രാൻസിന്റെ മറ്റൊരു മുന്നേറ്റം കാണാം. ഒലീസയിൽ നിന്നും എക്കിറ്റേക്കിലേക്ക് അയാൾ അത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഫ്രാൻസ് മത്സരത്തിന്റെ 64-ാം മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ നേടിക്കൊണ്ട് മത്സരത്തിൽ 2 ഗോളിന്റെ ലീഡിൽ മുൻപോട്ട് കുതിക്കുന്നു. ഫ്രാൻസ് എന്താണെന്ന് തെളിയിക്കുന്ന നിമിഷമായിരുന്നു അത്. കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളായി 2018 വേൾഡ് കപ്പ് നേടുകയും 2022 വേൾഡ് കപ്പ് ഫൈനൽ വരെ എത്തുകയും ചെയ്ത ടീമാണ് ഫ്രാൻസ്. അത് 2026 വേൾഡ് കപ്പ് വരുമ്പോൾ ഏതൊരു ടീമും ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട നാമമാണ് ഫ്രാൻസ് എന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഒരു കയ്യകലെ തങ്ങൾക്ക് നഷ്ടപ്പെട്ട വേൾഡ് കപ്പ് തിരികെ പിടിക്കാൻ തന്നെയാണ് ഫ്രാൻസ് 2026 വേൾഡ് കപ്പിലേക്ക് വരുന്നത്. തങ്ങളുടെ വീര്യമോർച്ചവും ഒരിക്കലും ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു നിമിഷമായിരുന്നു ഈ മത്സരം. മത്സരത്തിന്റെ 77-ാം മിനിറ്റിൽ ബ്രസീലിന് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. ഫ്രാൻസ് പോസ്റ്റിൽ വലിയ അപകടം സൃഷ്ടിച്ച അത് ബ്രഹ്മ ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. ബ്രസീൽ ആരാധകരെ ആവേശപ്പെടുത്തിക്കൊണ്ട് മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ ബ്രസീലിന് വേണ്ടി ബ്രഹ്മ ലക്ഷ്യം കണ്ടിരിക്കുകയാണ്. മത്സരത്തിന്റെ സ്കോർ ബോർഡിൽ 2-1 എന്ന സ്കോർ ആയിരിക്കുന്നു. മത്സരം അതിന്റെ ആവേശ നിമിഷങ്ങളിലേക്ക് കടക്കുന്നു. ഇവിടെ ബ്രഹ്മറിൽ നിന്ന് വിനിഷ്യസ് ജൂനിയറിനെ തേടിക്കൊണ്ട് ഒരു പാസ് വരുന്നു. പക്ഷെ അയാൾക്ക് അത് ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. മത്സരത്തിൽ ഒരു ഗോൾ നേടി മത്സരം സമനിലയിലേക്ക് എത്തിക്കാനുള്ള ബ്രസീലിന്റെ അവസാന ശ്രമമായിരുന്നു അത്. എന്നാൽ അത് ലക്ഷ്യം കാണാതെ പോയതോടുകൂടി മത്സരം അവസാനിക്കുന്നു. മത്സരത്തിൽ 2-1 എന്ന സ്കോറിൽ ബ്രസീൽ തോൽക്കുന്നു. ആവേശവും വാശിയും നിറഞ്ഞ ആ ഫ്രണ്ട്ലി മത്സരം അവസാനിക്കുമ്പോൾ 2-1 എന്ന സ്കോറിൽ മത്സരത്തിൽ വിജയിക്കുന്നത് ഫ്രാൻസ് ആണ്. ഒരു കാലത്ത് ഫുട്ബോൾ ലോകം അടക്കി ഭരിച്ചിരുന്ന ബ്രസീലിന് ഇതെന്തു പറ്റിയതാണ്? ലോക മികച്ച കോച്ചുമാരിൽ ഒരാളായ കാർലോസ് ആൻസെലോട്ടി വന്നിട്ട് പോലും ബ്രസീലിൽ വലിയൊരു മാറ്റം നാം കാണുന്നില്ല. ഇവിടെ ബ്രസീലിൽ ഒരു ഒഴിവ് കാണാം, ഒരു നായകന്റെ ഒഴിവ്, ഒരിക്കലും നികത്താൻ കഴിയാത്ത ഒഴിവ്. അങ്ങനെ തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാം. വിധി ഓരോ തവണ അയാളെ തളർത്തിക്കൊണ്ടിരിക്കുമ്പോഴും തല ഉയർത്തി വരുന്ന ഒരു സുൽത്താൻ. ആൻസെലോട്ടി ടീമിൽ നിന്ന് മാറ്റി നിർത്തിയ ആ പേര് നെയ്മർ ജൂനിയർ. ഇന്ന് ബ്രസീലുകാർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന നാമവും അത് തന്നെയാണ്. വിധിയാണ് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലൻ. പരിക്കിന്റെ രൂപത്തിൽ വന്ന് അയാളുടെ ഫുട്ബോൾ ജീവിതത്തിലെ മുഴുവൻ കരിയറും അതെടുത്തു കൊണ്ടുപോയി. ലയണൽ മെസ്സിക്കും ക്രിസ്ത്യാനോക്കുമൊപ്പം ഒരു പതിറ്റാണ്ടോളം നാം കേട്ട പേരായിരുന്നു നെയ്മർ ജൂനിയർ എന്ന പേര്. തന്റെ സ്കില്ലുകൾ കൊണ്ട് എതിരാളികളെ പോലും വിസ്മയിപ്പിക്കുന്ന മായാജാലക്കാരനാണ് അയാൾ. ലോക ഫുട്ബോൾ കണ്ട ഏറ്റവും വലിയ നിർഭാഗ്യക്കാരിൽ ഒരാൾ. 2026 വേൾഡ് കപ്പ് മുൻപിൽ വന്ന് കിടക്കുകയാണ്. ആൻസെലോട്ടിക്ക് കീഴിൽ നെയ്മർ ജൂനിയറിന് പന്ത് തട്ടാൻ കഴിയുമോ എന്ന് പോലും ഉറപ്പില്ല. എങ്കിലും ആഗ്രഹിക്കുകയാണ് ആ വേൾഡ് കപ്പെങ്കിലും അയാൾക്ക് ആനന്ദ നിമിഷമേകുന്ന ഒരു വേൾഡ് കപ്പായി മാറട്ടെ എന്ന്.